ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന കൂലി വർക്കർ എക്സാമിൻ്റെ ആൻസർ കീയാണ് നോക്കുന്നത്. മെയിൻ എക്സാം ആയിരുന്നു. G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന തെറ്റായ പ്രസ്താവന. 1998 G20 രൂപീകരിച്ചത്. ഏറ്റവും കൂടുതൽ കളിത്തരമുള്ള കേരളത്തിലെ ജില്ല ഏത്? കണ്ണൂർ. ഓപ്ഷൻ ബി. ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലത്ത് ആക്ട്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻവാല ബാഗ് അടിത്തറ ഇളക്കിയെന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ലാഹോർ സമ്മേളനം. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി കേഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം കേഴ്സൺ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആര്? സരോജിനി നായിഡു. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നതിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഓപ്ഷൻ സി. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെ? 44ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന്? അമേരിക്ക. മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി സ്വരൺ സിംഗ് കമ്മിറ്റി. ഇന്ത്യൻ പാർലമെന്റ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്ന ആര്? രാഷ്ട്രപതി. 1947 ഐക്യകേരള കൺവെൻഷൻ നടന്ന എവിടെയാണ്? തൃശ്ശൂർ. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികൾ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ഗൗരി പാർവതി ഭായ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി APJ അബ്ദുൽ കലാം. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത ജിലുമോൾ മാരിയറ്റ് തോമസ്. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്ത്? ശ്രീലങ്ക. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി പോറ്റി ശ്രീരാമുലു. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ പെടുന്നവ 1, 2, 3. ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം. ഓപ്ഷൻ സി. 2ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഓപ്ഷൻ എ. ഏത് രാജ്യത്ത് നടപ്പിലാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ? സോവിയറ്റ് യൂണിയൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് മേഘാലയ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷം? 1973. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ. വലിപ്പത്തിൽ ലോകരാജ്യത്തിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനം? 7ാം സ്ഥാനം. കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര് സജി ചെറിയൻ. കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിൻ്റെ പേര് മുത്തങ്ങ വന്യജീവി സങ്കേതം. 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ചൈന. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? പെരിയാർ. ഇന്ത്യയുടെ ധാന്യപ്പുര ഉത്തര മഹാസമതല. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം 9. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാൻ പീഠഭൂമി. പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? പമ്പ. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്ന ഈ താഴെ തന്നിരിക്കുന്നവരിൽ ഏതാണ് ഇന്ദിരാ പോയിന്റ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? പുറ്റമ്പട കായൽ. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര? 941. കേരളത്തിലെ ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് AG ദേശായി. പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം സൈലന്റ് വാലി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ കാലം സാക്ഷി. 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്ത്യ. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഹൈദരാബാദ്. ചന്ദ്രയാൻ 3 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത്? ഓർബിറ്റർ. താഴെ പറയുന്നതിൽ അമൃത ഷെർഗിലിൻ്റെ ചിത്രം ഏതാണ്? ഗ്രാമീണ ജീവിതം. ചരക്ക് സേവന നികുതി നിലവിൽ വന്നത് 1 ജൂലൈ 2017. ഗോദാൻ എന്ന കൃതി രചിച്ചത് പ്രേംചന്ദ്. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഏഷ്യ. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ലു അർജുൻ. വനംവകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽത്തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ്? മലപ്പുറം. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം 2023. സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ആർദ്രം പദ്ധതി. താഴെ പറഞ്ഞാൽ ശരിയായ ജോഡി ഏത്? കോമ്പല്ല് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ. ഓപ്ഷൻ ബി ആണ് വരുന്നത്. 2 മാത്രം ശരി. ലോല ഏത് വിളയുടെ സങ്കര ഇനം? പയർ. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇത് ഏത് അപര്യാപ്തത രോഗത്തിൻ്റെ ലക്ഷണമാണ്? കണ.
താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായതേത്? രണ്ടും മാത്രം ശരി. തിരമാല പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60 ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് ജപ്പാൻ. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകൾ ഉൾപ്പെടാത്തത് വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. മിക്സി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്ന ഒരു ശരി ഉത്തരം കണ്ടെത്തുക. വൈദ്യുതോർജ്ജവും യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവുമായി മാറുന്നു. ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ്. ദോളന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ജയന്റ് വീലിൻ്റെ ചലനം. കൂട്ടത്തിൽ പെടാത്തത് ടൈറ്റാനിയം. ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. 1, 2, 3 ശരി. കണികകളുടെ ഊർജ്ജം കൂടുന്നു, കണികൾ തമ്മിലുള്ള അകലം കൂടുന്നു, കണികൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗങ്ങൾ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് ബാലമിത്ര. താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല? കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ. സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഗീതിക കൗൾ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം കൊൽക്കത്ത. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? തുടങ്ങനാട്. ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? 28%. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഓപ്ഷൻ ബി ചിക്കൻ പോക്സ്. നിപ വൈറസിൻ്റെ പ്രകൃതിയാലുള്ള വാഹകജീവി ഏതാണ്? വവ്വാൽ. ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഡയബറ്റിസ് മെലിറ്റസ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തെ സഹായിക്കുന്ന മൂലകം ഇരുമ്പ്. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് സ്ഫിഗ്മോമാനോമീറ്റർ. രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ ഏത്? പ്രമേഹം. എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശത്തെയാണ് ബാധിക്കുന്നത്? ലിംഫോസൈറ്റ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ, ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതി ഏത്? WIFS. ഓപ്ഷൻ എ. നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.